കീവിൽ ഇന്നലെയും മെനയാന്നുമായി അവിടെ നടന്ന സ്ഫോടനങ്ങൾ അത് അത്ര നിസ്സാരമൊന്നുമല്ല. ആ സ്ഫോടനത്തിൽ ഏതാണ്ട് 40-ലധികം മിസൈലുകളാണ് അവർ ഉപയോഗിച്ചത്. നമസ്കാരം, ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. യുക്രൈൻ റഷ്യ യുദ്ധം നമ്മൾ 2 വർഷത്തിലേറെയായി കേട്ടുകൊണ്ടിരിക്കുന്നു. ആയിരങ്ങളുടെ ജീവനാണ് അവിടെ പൊലിയുന്നത്. അത് ഏറ്റവും കൂടുതൽ ആൾനാശമുണ്ടായിരിക്കുന്നത് യുക്രൈനിൽ തന്നെയാണ്. സാധാരണ ജനങ്ങൾ, കുട്ടികൾ, അതിൽ വയോധികർ, ചെറുപ്പക്കാർ. ഞാൻ യുക്രൈനിൻ്റെ എല്ലാ ഭാഗത്തും, അതായത് കീവ്, ഖർക്കീവ്, ഒഡേസ, സപ്രോഷ തുടങ്ങി അവിടെയുള്ള മിക്കവാറും യുദ്ധസ്ഥലങ്ങൾ മുഴുവൻ അവിടുത്തെ പട്ടാളക്കാരോടൊപ്പം സന്ദർശിച്ച ഒരാളാണ്. അവിടെ കീവിൽ ഇന്നലെയും മെനയാന്നുമായി അവിടെ നടന്ന സ്ഫോടനങ്ങൾ അത് അത്ര നിസ്സാരമൊന്നുമല്ല. ആ സ്ഫോടനത്തിൽ ഏതാണ്ട് 40-ലധികം മിസൈലുകളാണ് അവർ ഉപയോഗിച്ചത്. അതിൽ ക്രൂസ് മിസൈലുകളുണ്ട്, ബാലിസ്റ്റിക് മിസൈലുകൾ വരെ ഉപയോഗിച്ചു എന്നാണ് യുക്രൈൻ പറയുന്നത്. കീവിലുള്ള മിലിറ്ററിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന് തൊട്ടടുത്തായിട്ടാണ് അവിടെയുള്ള ഒരു ഹോസ്പിറ്റലിൽ ഒരു മിസൈൽ പതിച്ചത്. 40ഓളം കുട്ടികളാണ് അവിടെ മരിച്ചത്. ഏതാണ്ട് 60-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ സമയത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിക്കുന്നത്. റഷ്യ സന്ദർശിച്ച് ക്രെംലിനിൽ അദ്ദേഹത്തിന്റെ സന്ദർശനം പൂർത്തിയായതിൻ്റെ ആ വീഡിയോയും അവിടുത്തെ ആ നിശ്ചയ ചിത്രങ്ങളുമൊക്കെ ട്വിറ്ററിലും വിദേശ മാധ്യമങ്ങളിലും എല്ലാം പ്രചരിച്ചതോടുകൂടി വ്ളാദിമിർ സെലൻസ്കി, അതായത് യുക്രൈന്റെ പ്രസിഡന്റ്, ട്വിറ്ററിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ദ ലീഡർ ഓഫ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഡെമോക്രസി എംബ്രേസസ് ദ വേൾഡ്സ് ബ്ലഡിയസ്റ്റ് ക്രിമിനൽ എന്നാണ് സെലൻസ്കി എക്സിലും അതേപോലെ സോഷ്യൽ മീഡിയയിലുമൊക്കെ കുറിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ നേതാവ് ലോകത്തിലെ ഏറ്റവും വലിയ രക്തദാഹിയായ ആ ഭരണാധികാരിയെ കെട്ടിപ്പിടിക്കുന്നു എന്നാണ് അദ്ദേഹം കുറിച്ചത്. ഞാൻ ഈ യുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് യുക്രൈനിൽ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോഴറിയാം, ഇന്ത്യക്കാർക്ക് വളരെ കർശനമായ നിയന്ത്രണങ്ങളാണ് അവിടെ ഏർപ്പെടുത്തിയിരുന്നത്. ഹംഗറിയിൽ നിന്നും മുക്കാച്ചുവ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ബോർഡർ കടന്നു പോകാൻ തന്നെ ഏതാണ്ട് 4-4.5 മണിക്കൂറോളം എടുക്കേണ്ടിയും വന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ചില ബന്ധങ്ങൾ കാരണം യുക്രൈനെ തഴയുന്നു എന്നുള്ള ഒരു ചിന്താഗതിയാണ്. ഇപ്പോൾ അവിടെ ഇന്ത്യക്കാരില്ല, വളരെ വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമാണുള്ളത്. മലയാളികളായി ഞാൻ ആകെ കണ്ടുമുട്ടിയത് 2 പേരെ മാത്രം. ഒന്ന് ഡോക്ടർ UPR മേനോൻ. ഡോക്ടർ UPR മേനോൻ കീവിലാണ് താമസിക്കുന്നത്. അദ്ദേഹമാണ് അവിടുത്തെ മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെയും മെഡിസിന്റെയും ഒക്കെ ഇമ്പോർട്ട് സംബന്ധിച്ച കാര്യങ്ങൾ ഗവൺമെന്റിന് ഉപദേശിക്കുന്നതും അതനുസരിച്ച് കാര്യങ്ങൾ നടത്തുന്നതുമായ ജോലിയാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്നതും അവിടുന്ന് തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടുന്ന് പോരാൻ നിവൃത്തിയില്ല. പിന്നൊന്ന് ഞാൻ ഒരു മലയാളിയായ ഒരാളെ കണ്ടത് സിസ്റ്റർ ലിജിയാണ്. മുക്കാച്ചുവോ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരാതുരാശ്രമം ഒക്കെ നടത്തുന്ന സിസ്റ്റർ ലിജി ഏതാണ്ട് 14,000-ഓളം വിദ്യാർത്ഥികളെ യുദ്ധസമയത്ത് അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് കയറ്റിവിട്ട ഒരു കന്യാസ്ത്രീയാണ് സിസ്റ്റർ ലിജി. സ്നേഹത്തിന്റെ ആൾ രൂപം എന്ന് തന്നെ പറയാം. അത് ഹംഗറിയോടടുത്തുള്ള ആ ബോർഡറിലായതുകൊണ്ട് വലിയ ആക്രമണങ്ങളൊന്നും അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് മാത്രം. പക്ഷേ എങ്കിലും ഭീതിയിലാണ് അവരെല്ലാം ഇപ്പോഴും. ഇപ്പോൾ ആക്രമണം ഘടിപ്പിച്ചിരിക്കുന്നത് കീവിലാണ്. ഈ കാണുന്ന വിഷ്വൽ ഒന്ന് കണ്ടു നോക്കൂ. അതായത് ഒരു മിസൈൽ വന്ന് പതിക്കുന്നത് വളരെ വ്യക്തമായി നമുക്ക് കാണാം. അത് ആശുപത്രിയുടെ അടിയിൽ തന്നെയാണ്. ആ ആശുപത്രിയാണ് ബ്ലാസ്റ്റിങ്ങിൽ പോയത്.
ഇപ്പോൾ കാണുന്ന ഈ വിഷ്വൽ ഒന്ന് കണ്ടു നോക്കൂ. ഇത് മുഴുവനായും തകർന്ന ആ ബിൽഡിങ്ങിലെ അവശിഷ്ടങ്ങളൊക്കെ അവിടുത്തെ പട്ടാളക്കാരും നാട്ടുകാരായ ആളുകളുമൊക്കെ ചേർന്ന് മാറ്റുന്നതാണ്. കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങളാണ് അടുത്ത വീഡിയോയിൽ കാണുന്നത്. ഇതാണ് യുക്രൈനിലെ ഇപ്പോഴത്തെ അവസ്ഥ, അതും തലസ്ഥാനമായ കീവിൽ. കീവില് എയർ റെസിസ്റ്റൻസ് വളരെയധികം കൂടുതലുണ്ടായിരുന്നു എങ്കിലും ഇപ്പോ അതിനെയെല്ലാം മറികടന്ന് ഏതാണ്ട് 40ഓളം മിസൈലുകൾ ഒറ്റ രാത്രി കൊണ്ട് കീവിലേക്ക് വർഷിക്കാൻ റഷ്യക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഈ യുക്രൈൻ റഷ്യൻ വാറിന്റെ കൂടുതൽ വാർത്തകളുമായി ഞങ്ങൾ വീണ്ടും വരും. നേരിട്ട് യുക്രൈൻ സന്ദർശിച്ച സ്ഥലങ്ങളും യുദ്ധമുഖങ്ങളും അവിടെ അനുഭവിച്ചിട്ടുള്ളതും കണ്ടതും കേട്ടതും ഒക്കെയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിലൂടെ പുറത്തുവിടുന്നതാണ്.